കർത്താവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ റീത്ത പുണ്യവതി ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും ഭാരം മുഴുവൻ യേശുനാഥൻ്റെ ചുമലിൽ വയ്ക്കുക. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഭാരമേറിയ കുരിശ് ചുമന്നുവെന്ന് ഓർമ്മിക്കുക. ഇന്ന് വിശുദ്ധ റീത്തായിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. മനുഷ്യജീവിതം ഒരുപാട് ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും ഒരു ജീവിതമാണ്. അത് ചുമന്ന് നീ ക്ഷീണിച്ചുവെങ്കിൽ വിശുദ്ധ റീത്തായിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഈ നോമ്പുകാലത്ത് വളരെ പ്രസക്തമാണ്. ആ ഭാരം നീ യേശുനാഥൻ്റെ ചുമലിൽ വച്ചു കൊടുക്കുക. അവിടുന്ന് നിനക്ക് പകരം ആ ഭാരം ചുമക്കും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ക്ലേശങ്ങളുടെ ഭാരം ചുമന്ന് ഗാഗുൽത്താ മലയിൽ നമുക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത നമ്മുടെ ക്രിസ്തുനാഥൻ നമ്മളെ സഹായിക്കാനുണ്ട്. അതിനാൽ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ജീവിതഭാരത്താൽ തളർന്ന നമുക്ക് നമ്മുടെ ഭാരങ്ങളും വേദനകളും സഹനങ്ങളും ക്ലേശങ്ങളും നമ്മുടെ കർത്താവിൻ്റെ ചുമലിലേക്ക് വച്ചു കൊടുത്ത് നമുക്ക് ഫ്രീ ആയി ജീവിക്കാൻ പരിശ്രമിക്കാം. എന്തിനാണ് നമ്മളിതെല്ലാം ചുമന്ന് വിവശരായിത്തീരുന്നത്? നമുക്ക് വേണ്ടി ഇതെല്ലാം ചുമക്കാനും സഹിക്കാനും നമ്മുടെ കർത്താവുണ്ട്. കാരണം അവിടുന്ന് നമുക്ക് വേണ്ടി ഭാരമുള്ള കുരിശ് ചുമന്നു എന്ന് നീ ഓർമ്മിക്കുക. അതിനാൽ കർത്താവിൽ നമുക്കിതെല്ലാം ഏൽപ്പിച്ച് അവൻ്റെ വഴികളെ നമുക്ക് പിന്തുടരാം. അതിനുള്ള ആഹ്വാനമാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നത്. ദൈവം അതിനിടയാക്കട്ടെ. നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ നോമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു.